പാർട്ടി ചെയർമാൻ പി ജോസഫ് സാറ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന് മുന്നോടിയായി പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കാനും ലീഡർഷിപ്പ് തന്നെ കുറച്ച് കൂടുതൽ പ്രാതിനിധ്യത്തോടെ ഒന്ന് പുനഃക്രമീകരിക്കുക എന്ന തീരുമാനം പാർട്ടി എടുത്തതാണ്. അപ്പം അതിൻ്റെ ഭാഗമായി വിവിധ സ്ഥാനങ്ങളിലേക്ക് നേതാക്കളെ പുതുതായി നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള പാർട്ടി ഭാരവാഹികളെല്ലാവരും അവരുടെ സ്ഥാനങ്ങളിൽ തുടരുന്നതോടൊപ്പം പുതിയതായി ഇന്ന് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്ക് മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ടി.യു. കുരുളച്ചേട്ടനെ തീരുമാനിച്ചു. അതുപോലെ തന്നെ പാർട്ടിയുടെ കോർഡിനേറ്ററായി സ്റ്റേറ്റ് കോർഡിനേറ്ററായി അബു ജോൺ ജോസഫിനെയും ഇന്ന് നിയോഗിക്കുകയുണ്ടായി. അപ്പോൾ അബു ജോൺ ജോസഫിനെ ഈ സ്ഥാനത്തേക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ പുതിയ സ്ഥാനത്തേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പൊതു താല്പര്യം വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. കാരണം അബു ജോൺ ജോസഫ് പാർട്ടിയുടെ സജീവ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നയാളാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി യൂത്ത് ഫ്രണ്ടിൻ്റെ ചുമതലക്കാരനായും അതുപോലെ തന്നെ ITN പ്രൊഫഷണൽ സെല്ലിൻ്റെ സംസ്ഥാന തലത്തിലും ഒക്കെ അദ്ദേഹം പാർട്ടിയോട് സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ യോജിച്ച പാർട്ടിയിലും സഹകരിച്ചാണ് പോയിട്ടുള്ളത്. പാർട്ടിയുടെ പിളർപ്പ് പാർട്ടിയിൽ നിന്ന് കുറച്ച് നേതാക്കൾ വിട്ടുപോയി, പിളർപ്പുണ്ടായി. പിന്നീട് പി ജോസഫ് സാറിൻ്റെയും CM തോമസ് സാറിൻ്റെയും നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി UDF-ൽ നിലകൊള്ളാൻ തീരുമാനിച്ച പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിൽ അബു ജോൺ ജോസഫ് ഉണ്ടായിരുന്നു. ഇനി മുന്നോട്ട് തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് അബു ജോൺ ജോസഫ് കൂടി കടന്നു വരേണ്ടതിൻ്റെ ഒരു സമയമായി. അല്ലെങ്കിൽ അതുകൂടി വേണം, അതുകൂടി വരുന്ന പാർട്ടിക്ക് നല്ലതാണ് എന്ന ഞങ്ങളുടെ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അബു ജോൺ ജോസഫിനെ കൂടി സ്റ്റേറ്റ് കോർഡിനേറ്ററായി നിശ്ചയിച്ചിട്ടുള്ളത്. അത് പാർട്ടിക്ക് 100% ഗുണം ചെയ്യുന്ന നല്ല കാര്യമാണ്. ഏകകണ്ഠമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും തീരുമാനമെടുത്തത്. ജോസ് കെ മാണിയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ മാത്രമല്ല കോൺഗ്രസ് നേതാക്കളാണ് പലരും ഇതിന് പ്രതികരണങ്ങൾ നൽകിയിട്ടുള്ളത്. അതിൽ ജോസഫ് ഗ്രൂപ്പിന് അതൃപ്തിയുണ്ടോ, അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിന്റെ ഒരു വരവിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ UDF-ലേക്ക്? അല്ല, ഞങ്ങൾക്കിപ്പോൾ ഇന്നത്തെ പാർട്ടി യോഗം ആ വിഷയത്തെക്കുറിച്ച് പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാർ പ്രതികരിച്ചല്ലോ. കാരണം കേരള കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ UDF-ൽ ചർച്ചയ്ക്ക് വന്നാൽ മാത്രമേ ഈ വിഷയത്തിന് പ്രസക്തിയുള്ളൂ. UDF-ൽ പുതിയ കക്ഷികൾ ആരെങ്കിലും വരുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. 2, കേരള കോൺഗ്രസ് UDF-ലേക്ക് വരുന്നില്ല, അവർ LDF വിടുന്നില്ല. ഇത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവർ പോലും അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവരെങ്ങനെ പ്രതികരണം നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നെ ഞങ്ങൾ വരാത്ത കക്ഷിയെക്കുറിച്ച് വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആ ചർച്ചയ്ക്ക് പോയിട്ടില്ല, ആ വിഷയത്തിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല. കോൺഗ്രസ് ലീഡർഷിപ്പോ മുസ്ലിം ലീഗ് ലീഡർഷിപ്പോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മധ്യസ്ഥരോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകളും ഇതുവരെ നടത്തിയിട്ടില്ല. ഇനി ഏതെങ്കിലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് UDF ചർച്ചയ്ക്ക് വരട്ടെ. ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് പാർട്ടിയുടെ അഭിപ്രായം പറയുക എന്നുള്ളതാണ്.